തീർച്ചയായും പിന്നെ അങ്ങനെ जगह छोड़ दो അനിമോൾക്ക് അവാർഡ് കിട്ടിയപ്പോഴേ അനിമോളാണ് വിന്നർ എന്ന് പറഞ്ഞപ്പോൾ ശരത്താണ് ഭയങ്കര ഷോക്കായിട്ടിരിക്കുന്നതായിട്ടാണ്. ഷോക്കൊന്നുമല്ല, അത് സന്തോഷം കൊണ്ടാണ്. സന്തോഷം കൊണ്ടാണ്. ഇപ്പൊ എല്ലാവരും ഉണ്ടല്ലേ ആ ഒരു സീൻ മൊത്തം എടുത്തിട്ടേ കുറച്ചു പേർക്ക് ഭയങ്കര വിഷമമായി പോയി, കുറച്ചു പേര് ഭയങ്കര സന്തോഷിച്ചു, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എല്ലാവരും സന്തോഷിക്കാന്ന് ഞാൻ വിശ്വസിക്കില്ല. സങ്കടം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്. കാര്യം അക്ബർ അത് അവന് നല്ല ഗെയിമറാണ്, നല്ല മൈൻഡ് ഗെയിമറാണ്, എല്ലാ ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് കപ്പ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, കാര്യം എൻ്റെ സുഹൃത്തും കൂടെ ആയതുകൊണ്ട്. സോ എന്നാലും കുഴപ്പമില്ല, അവൻ ഇവിടം വരെ എത്തി. ഇനിയും ഒരുപാട് നല്ല നല്ല ഉയർച്ചകൾ അദ്ദേഹത്തിന് ഉണ്ടാകും. അദ്ദേഹത്തിന് മാത്രമല്ല, ബിഗ് ബോസിൽ ഈ സീസൺ 7 ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് ഉണ്ടാവും. തീർച്ചയായും പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താ? അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെയല്ല. PR ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മത്സരിക്കാൻ വരുന്നത് എല്ലാ കണ്ടസ്റ്റൻറ്റുകളും അവരവരുടെ ഹോപ്പ് തേടി വരുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ ഗെയിം ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഏഷ്യാനെറ്റിൽ തന്നെ വിളിച്ചു. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അതെന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയി. എന്നെപ്പോലെ മാത്രമല്ല, ബാക്കി എല്ലാവരും ലൈഫിൽ എന്തെങ്കിലും ആവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആൾക്കാരാണ്. അപ്പം ഗെയിമിനെ ഗെയിമായിട്ട് കാണുക, വ്യക്തിവൈരാഗ്യം തീർക്കാതിരിക്കുക. ഈ PR ചെയ്യുന്ന സ്ഥിരം പരിപാടി വീട്ടിലുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ ആ വ്യക്തിയെയും അപമാനിക്കുക, തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് നിർത്തണം. എന്നിട്ട് വളരെ സീരിയസ്, നമ്മൾ സിനിമയിലൊക്കെ പ്രൊമോഷൻ ചെയ്യാറില്ലേ, നമ്മുടെ സിനിമ വിജയിക്കാനായിട്ട്, അതുപോലെ സത്യസന്ധമായിട്ട് നിങ്ങൾ പ്രൊമോഷൻ ചെയ്യണം, വാങ്ങിക്കൊടുത്തോ. പക്ഷെ ആരെയും ഉപദ്രവിക്കുന്ന പോലെ, ആരെയും വ്യക്തി ചെയ്യുന്ന പോലെ ചെയ്യരുത്. അയ്യോ, എനിക്ക് അറിയില്ല.